നമസ്കാരം. ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ കയറിക്കൂടിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം. നമുക്കറിയാം, ഇതിനു മുൻപ് ബി.ജെ.പി എന്തൊക്കെയാണോ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നടപ്പിലാക്കി കാണിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ആശയം കൂടി ആ പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും 100 ദിവസത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്താൻ ഭരണഘടനാ ഭേദഗതി അടക്കം നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കൈമാറിയിരുന്നു. എന്തായാലും ഭേദഗതികൾ നിലവിൽ വരുന്നത് മുതൽ നിയമസഭ, തദ്ദേശ ഭരണസമിതി എന്നിവയുടെ കാലാവധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കും എന്നുകൂടി ഇതിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. 2029 ഒരേ സമയം ലോക്സഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ തന്നെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. അതേസമയം റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തുന്ന മന്ത്രിസഭയ്ക്ക് 3 വർഷം മാത്രമേ കാലാവധി ഉണ്ടാകൂ. മറ്റ് 10ഓളം സംസ്ഥാനങ്ങളിൽ സർക്കാരുകളുടെ കാലാവധി 1 വർഷത്തിന് താഴെ മാത്രമായിരിക്കും. 2029 ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. 2029 തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ തീരുമാനിച്ചാൽ ഇതിനിടയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന നിയമസഭകൾ 5 വർഷം കാലാവധി തീരുന്നതിന് മുൻപ് പിരിച്ചുവിടും എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനായി ഭരണഘടനയിൽ ഭേദഗതി അടക്കം വരുത്താനാണ് കോവിന്ദ് സമിതി ഇപ്പോൾ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയുടെ പ്രകടന പത്രികയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇടപിടിക്കുമ്പോൾ തീർച്ചയായും അത് ഭാവിയിൽ നടപ്പിലാക്കും എന്ന് തന്നെ വേണം കരുതാൻ. ഇതിനു മുൻപ് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ കശ്മീരിലെ ആർട്ടിക്കിൾ 370 പിൻവലിക്കൽ, അയോധ്യയിൽ രാമക്ഷേത്രം ഉയരൽ, അങ്ങനെ നിരവധി പദ്ധതി പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ വാഗ്ദാനങ്ങളൊക്കെ അവർ പാലിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഈ പ്രകടന പത്രികയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കടന്നു കൂടിയതോടുകൂടി ഇത് ദേശീയ തലത്തിൽ വരെ ചർച്ചയാവുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.